യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 6. ഇത് വീണ്ടും നമ്മുടെ വൺ ഓർ മോർ ദാൻ വൺ കറക്റ്റ് ആൻസർ വരുന്ന കാറ്റഗറിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് അനദർ വെരി സിമ്പിൾ പ്രോബ്ലം, വെരി സിമ്പിൾ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് ദ സ്ട്രിപ്പ് ഹാവിംഗ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആർ മെഷർഡ് 10.5 സെന്റിമീറ്റർ, 0.05 millimeter and 6.0 micrometer respectively. Which of the following options give the volume of the strip in centimeter cube with the correct significant figures? അപ്പോൾ ഇത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര സിഗ്നിഫിക്കേഴ്സ് ഉണ്ട്? 2. ബ്രെഡ്ത്തിൽ എത്ര ഉണ്ട്? 1. കാരണം ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇതിൽ എത്ര ഉള്ളത്? ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തിക്നെസ്സിൽ. അപ്പോൾ തന്നെ ഫൈനൽ ആൻസറിൽ വോളിയാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഫൈനൽ ആൻസറിൽ എത്ര സിഗ്നിഫിക്കർ വേണം? കൂട്ടത്തിൽ ഏറ്റവും കുറവുള്ളത് പറ്റുള്ളൂ 1. ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറുള്ള ഒരേ ആൻസർ ഇത് തന്നിട്ടുള്ളൂ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. ഇനി ചെയ്താലും നമുക്കത് കിട്ടും. കാരണം ക്വസ്റ്റ്യനിൽ ലെങ്ത് എത്ര തന്നത്? 10.5 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 0.005 സെന്റിമീറ്റർ. കാരണം 0.05 എന്ന് എഴുതിയാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ മാറ്റം വരാൻ പോണില്ല, ഒരു സിഗ്നിഫിക്കൻ ഫിഗർ തന്നെ ഉള്ളൂ. തിക്നെസ് എത്ര? 6.0 ഇൻറ്റു 10⁻⁻6 മീറ്റർ. സെന്റിമീറ്റർ ആകുമ്പോൾ -4 സെന്റിമീറ്റർ. ഇതിലെത്ര? 1. ഇതിലെത്ര? 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിൽ അല്ല സോറി, ഇവിടെ ഹിയർ ഇറ്റ് ഈസ് 3 നോട്ട് 1. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. LBT കൊടുക്കുക. അപ്പോൾ 105 ഇൻറ്റു 30 കൊടുക്കുക. 0, 15 5 ബാക്കി 1. ഓക്കെ. അപ്പോൾ 4 ഡെസിമൽ പ്ലേസ് 3.3150 ഇൻറ്റു 10⁻⁻4 സെൻറ്റിമീറ്റർ ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.15 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഈ 1നെ ഡ്രോപ്പ് ചെയ്യണം. കാരണം കൂട്ടത്തിൽ ഏറ്റവും കുറവ് 1 ആണ്. അത് ബ്രെഡ്ത്തിനാണുള്ളത്. ദെർഫോർ 3 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ദ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്.